ജുഡീഷ്യൽ നടപടിയെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. അത് അഭിഭാഷകരായാലും മാധ്യമങ്ങളായാലും ജഡ്ജി കർശനമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. തന്റെ ഭൂതവും ഭാവിയും അന്വേഷിച്ചോളൂ, ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന് ഇപ്പോൾ ജഡ്ജി മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നതിന് പിന്നാലെ കോടതി വിധിയെ വിമർശിച്ചുകൊണ്ട് ധാരാളം പോസ്റ്റുകളും അതുപോലെ തന്നെ ചർച്ചകളും ഒക്കെ നടന്നിരുന്നു. ഇതിനെതിരെ ജഡ്ജി പ്രതികരിക്കുകയാണ്. ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല, ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് കോടതി പറയുന്നു. ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ ആരായാലും മോശമായി ചിത്രീകരിക്കരുത്. അഭിഭാഷകരായാലും മാധ്യമങ്ങളായാലും ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ തെറ്റായി ചിത്രീകരിക്കരുത് എന്ന് ജഡ്ജി ഹണി എം വർഗീസ് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ വിചാരണ കോടതി ജഡ്ജിയെക്കുറിച്ചടക്കം ജഡ്ജിയുടെ പ്രൊഫൈലടക്കം ചില ഓൺലൈൻ മാധ്യമങ്ങളും മറ്റുമൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. കോടതി അലക്ഷ്യ നിയമം അനുസരിച്ച് ജഡ്ജ്മെന്റിനെ വിമർശിക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ വിധി പറഞ്ഞ ജഡ്ജിയെ വിമർശിക്കുക അല്ലെങ്കിൽ ജഡ്ജിയിൽ ദുരുദ്ദേശം ആരോപിക്കുക തുടങ്ങിയവ കോടതി അലക്ഷ്യമാകുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു വളരെ നേർത്ത ബൗണ്ടറിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ജഡ്ജി മുന്നറിയിപ്പ് നൽകുന്നു, തന്റെ ഭൂതവും ഭാവിയും അന്വേഷിച്ചോളൂ, ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കരുത് എന്നാണ് ജഡ്ജി ഹണിയം വർഗീസ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു മുന്നറിയിപ്പായി കൂടി കണക്കാക്കാം. നോക്കൂ, 3-ാം തീയതി തന്നെ ഒരു കത്ത് വിവിധ നിയമരംഗങ്ങളിലുള്ള ആളുകൾക്ക് ഹൈക്കോടതിയിലെ അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിനെ അടക്കം കിട്ടിയിരുന്നു. ഇതും വിവാദമായിരുന്നു. 2 ഹൈക്കോടതി ജഡ്ജിമാരും മറ്റുമൊക്കെ ചേർന്നുള്ള ഗൂഢാലോചന ആരോപിക്കുന്ന ഒരു കത്താണ് വിവിധ ജഡ്ജിമാർക്കും മറ്റുമൊക്കെ കിട്ടിയത്. അതടക്കമായിരിക്കും ഇപ്പോൾ അതടക്കം പരിഗണിച്ചായിരിക്കും ജഡ്ജിയുടെ ഈ വിമർശനം എന്ന് പറയുന്നു. ജഡ്ജിക്കെതിരായ വിമർശനങ്ങളിൽ കോടതി അസംതൃപ്തി പരസ്യമായി പറയുകയാണ്. എന്ത് നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളത് അറിയില്ല. മാധ്യമങ്ങളും അതുപോലെ തന്നെ റിപ്പോർട്ടർമാരും അടക്കമുള്ളവർ കോടതി അലക്ഷ്യം നേരിടേണ്ടി വരുമോ? എന്തായാലും ജഡ്ജി കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു. പ്രതികളെ ഓരോരുത്തരായി വിളിച്ച് ഇപ്പോൾ ശിക്ഷയെക്കുറിച്ച് കോടതി ചോദിക്കുകയാണ്. നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യമായി ജഡ്ജിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു മുന്നറിയിപ്പാണ്. ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കരുതെന്ന് ജഡ്ജി ഹണി വർഗീസ് മുന്നറിയിപ്പ് നൽകുന്നു. ജഡ്ജിയുടെ പശ്ചാത്തലമടക്കം അല്ലെങ്കിൽ ജഡ്ജിയുടെ ഭൂതകാലമടക്കം ചില മാധ്യമങ്ങൾ ജഡ്ജിയുടെ പ്രൊഫൈലായി പ്രസിദ്ധീകരിച്ചിരുന്നു. അതടക്കം ഒരുപക്ഷെ ജഡ്ജിയെ പ്രകോപിപ്പിച്ചിരിക്കാമെന്നാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുക. എന്തായാലും കോടതി ഇലക്ഷൻ നിയമം അനുസരിച്ച് ജഡ്ജ്മെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് തെറ്റായ കാര്യമല്ല. അതേസമയം തന്നെ ജഡ്ജിയെ വിമർശിക്കുകയോ ജഡ്ജിയിൽ ദുരുദ്ദേശം ആരോപിക്കുകയോ ചെയ്യുന്നത് കോടതി ഇലക്ഷന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൂടി കണക്കിലെടുത്തുള്ള മുന്നറിയിപ്പ് മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും ജഡ്ജി നൽകുകയാണ്.